Hello, welcome to Market Discussion of the Day. Today, June 16th, 2025, Monday ആണ്, പുതിയൊരു വീക്കാണ്. പുതിയൊരു വീക്കിൽ നമ്മൾ എല്ലാ വട്ടവും പറയുന്നത് പോലെ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഫണ്ടമെൻ്റൽസിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ഈ ആഴ്ച നമ്മൾ ഒരു ഫണ്ടമെൻ്റൽ വീക്കായിട്ട് കൺസിഡർ ചെയ്യേണ്ട വീക്കാണ്. കാരണം നമുക്ക് നാളെ പ്രധാനപ്പെട്ട ന്യൂസുണ്ട്, ബുധനാഴ്ച പ്രധാനപ്പെട്ട ന്യൂസുണ്ട്, വ്യാഴാഴ്ച US ഹോളിഡേ ആണ്. ഓക്കെ, നമുക്ക് വെള്ളിയാഴ്ചയും ഇന്നുമാണ് നമുക്കൊരു ടെക്നിക്കൽ ഡേ ആയിട്ട് കൺസിഡർ ചെയ്യാവുന്നത്. അല്ലെങ്കിൽ ഇന്ന് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ഇന്ന് വാറിൻ്റെ ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നത് കൊണ്ടിട്ട് US മാർക്കറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം ഒരു ഡിസിഷൻ എടുക്കുന്നതായിരിക്കും ബെറ്റർ ആയിട്ടുള്ളൊരു തീരുമാനം എന്നുള്ളതാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. അതുകൊണ്ടിട്ട് വെയിറ്റ് ചെയ്യുന്നവർക്ക് വെയിറ്റ് ചെയ്യാം. ഇല്ലെങ്കിൽ ഇപ്പോൾ ഗോൾഡിലൊക്കെ ഇപ്പോൾ 3415 എന്ന് പറയുന്നത് നല്ലൊരു സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യുകയും അവിടുന്ന് നമുക്ക് വേണമെങ്കിൽ ഒരു ബൈ ചെയ്യുകയും ചെയ്യാം. എല്ലാം ഓപ്ഷണലാണ്. ഓക്കെ, വാർ നടക്കുന്നതിൻ്റെ പേരിലാണ് ഞാൻ ഇതിനെക്കുറിച്ച് അങ്ങനെ ഒരു ഇതെടുക്കണം, അല്ലെങ്കിൽ മാർക്കറ്റ് ഒന്ന് വാച്ച് ചെയ്തതിന് ശേഷം ചെയ്താൽ മതി എന്നുള്ളൊരു കാര്യം ഞാൻ പറഞ്ഞത്. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഈ ആഴ്ചത്തെ ന്യൂസിലോട്ട് വരുമ്പോൾ അതിന് മുന്നേ ആയിട്ട് നമ്മുടെ നാളെ പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യും. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, എല്ലാ ചൊവ്വാഴ്ചയും രാത്രി 7:30 മണിക്കും ഇന്ത്യൻ ടൈമിംഗ് 10:30 മണിക്കുമാണ് ഈ ഒരു ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഫ്രീ ആയിട്ട് ഫോറക്സ് ട്രേഡിംഗ് പഠിക്കണം എന്നുള്ള എല്ലാ ആൾക്കാർക്കും എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ നമ്പർ ഉണ്ടാവും. എനിക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങൾ ഞാൻ കോർഡിനേറ്റ് ചെയ്യുന്നതായിരിക്കും. അതിൻ്റെ കൂടെ നമ്മുടെ ജൂലൈ 1 മുതൽ പെയ്ഡ് ആയിട്ടൊരു സെഷൻ നടക്കുന്നുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസും എനിക്ക് പേഴ്സണലി മെസ്സേജ് അയച്ചാൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതായിരിക്കും. എനിക്ക് ഒറ്റ റിക്വസ്റ്റേ ഉള്ളൂ, രാത്രി 7:30 മണിക്കും 10:30 മണിക്കും ഫ്രീ ആയിട്ടുള്ള ആൾക്കാർ മാത്രം എനിക്ക് മെസ്സേജ് അയക്കുക, ഇല്ലാതെ വെറുതെ മെസ്സേജ് അയക്കാതിരിക്കുക എന്ന് വീണ്ടും എടുത്ത് ഓർമ്മിപ്പിച്ച് പോവുകയാണ്. ഓക്കെ, കമ്മിങ് ടു മാർക്കറ്റ് ഡിസ്കഷൻ, കമ്മിങ് ടു ഫണ്ടമെൻ്റൽസ്. ഇന്ന് നമുക്ക് ഒരുപാട് ഫണ്ടമെൻ്റൽസ് ഉള്ള ദിവസമൊന്നും അല്ല. ഓക്കെ, ഇന്ന് നമുക്ക് ടെക്നിക്കൽ ഡേ ആയിട്ട് കൺസിഡർ ചെയ്ത് മുന്നോട്ട് പോകാം. പക്ഷേ വാറിൻ്റെ അപ്ഡേറ്റ്സ്, വാറിനെ കുറിച്ചുള്ള കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. അതിനെക്കുറിച്ചൊരു കണ്ണ് എപ്പോഴും മാർക്കറ്റിൽ അല്ലെങ്കിൽ ന്യൂസുകളിൽ ഉണ്ടാവണം. പക്ഷേ നാളെ നമുക്ക് രാത്രി 3:30 മണിക്ക് ഇന്ത്യൻ ടൈമിംഗ് 3:30 മണിക്ക് ബാങ്ക് ഓഫ് ജപ്പാൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷനാണ്. ഓക്കെ, അതിനുശേഷം ബാങ്ക് ഓഫ് ജപ്പാൻ പ്രസ് കോൺഫറൻസ് ഉണ്ടാവും. JPYയിൽ ട്രേഡ് ചെയ്യുന്ന ആൾക്കാർ ഇന്ന് കഴിയുന്നതിന് മുന്നേ ആയിട്ട് പൊസിഷൻസ് എല്ലാം എടുത്ത് മാറണം എന്നുള്ള കാര്യമാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. ഓക്കെ, നാളെ ഉച്ചയ്ക്ക് 1:30 മണിക്ക് റീറ്റെയിൽ സെയിൽസ് ഉണ്ട്. നമ്മൾ എപ്പോഴും പറയാറുള്ളത് എന്താണ്, റീറ്റെയിൽ സെയിൽസ് ഡേയിൽ GDP ഡേ, ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷൻ, അതേപോലെ തന്നെ NFP നോൺ ഫാം പേറോൾ, ഈ 4 ദിവസങ്ങളിലും മാർക്കറ്റിൽ നിന്ന് മാറി നിൽക്കണം. അത് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ദിവസങ്ങളായതുകൊണ്ടിട്ട് തന്നെ നാളത്തെ ദിവസം അറ്റ്ലീസ്റ്റ് വൈകുന്നേരം 6:30 മുന്നേ ആയിട്ട് തന്നെ മാറി നിൽക്കുക എന്നുള്ളൊരു കാര്യമാണ് എനിക്ക് എടുത്ത് ഓർമ്മിപ്പിക്കാനുള്ളത്. മറ്റന്നാൾ ബുധനാഴ്ച CPI ഉണ്ട്, യൂറോ സോണിൽ നിന്നാണ് യൂറോ ട്രേഡ് ചെയ്യുന്ന ആൾക്കാർ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കിക്കാണണം. അതേപോലെ തന്നെ എല്ലാ വ്യാഴാഴ്ചയും വരുന്നത് പോലെ ഇനിഷ്യൽ ജോബ്ലെസ് ക്ലെയിം ഉണ്ട്, ക്രൂഡ് ഓയിൽ സ്റ്റോക്ക് ചേഞ്ച് ഉണ്ട്. പക്ഷേ എന്നിരുന്നാലും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂസ് ഫെഡ് ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷനും അതിനെ ഫോളോ ചെയ്തിട്ടുള്ള FOMC പ്രസ് കോൺഫറൻസും ആണ്. ഓക്കെ, ആ ഒരു സമയത്തിന് മുന്നേ ആയിട്ട് ബുധനാഴ്ചയും വേണമെങ്കിൽ ഒരു വൈകുന്നേരം വരെയൊക്കെ ട്രേഡ് ചെയ്യാം. അതിന് മുന്നേ ആയിട്ട് പൊസിഷൻസ് എടുത്ത് മാറണം എന്നുള്ളൊരു കാര്യമാണ് എനിക്ക് എടുത്ത് ഓർമ്മിപ്പിക്കാനായിട്ടുള്ളത്. വ്യാഴാഴ്ച നമുക്ക് US ഹോളിഡേ ആണ്. അതുകൊണ്ടിട്ട് തന്നെ മാർക്കറ്റിൽ ചെറിയ മൂവ്മെൻറ്റേ ഉണ്ടാവുള്ളൂ. ചിലപ്പോൾ എന്താ പറയുക, വലിയ മൂവ്മെൻറ്റുകൾ ഉണ്ടാവും. ഒറ്റ ക്യാൻഡിലൊക്കെ അടിച്ച് പോകാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട്. അതുകൊണ്ടാണ് ഈ പറയുന്ന വ്യാഴാഴ്ച നമുക്ക് എന്താ പറയുക, US ഹോളിഡേ ആയിട്ടുള്ള ദിവസങ്ങളിൽ ട്രേഡ് ചെയ്യരുത് എന്ന് പറയുന്നത്. GBP UK ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷൻ വ്യാഴാഴ്ചയുണ്ട്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് GBPയിൽ ട്രേഡ് ചെയ്യുന്ന ആൾക്കാർ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കിക്കാണുകയും ചെയ്യണം. ഓക്കെ, വെള്ളിയാഴ്ച നമുക്ക് ടോട്ടലി ഒരു ടെക്നിക്കൽ ഡേ ആയിട്ട് കൺസിഡർ ചെയ്യുകയും അന്ന് നമുക്ക് നല്ല ഓപ്പർച്യൂണിറ്റി മാർക്കറ്റ് തരികയും ചെയ്യും എന്നുള്ളതാണ് ഈ ആഴ്ചത്തെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, കമ്മിങ് ടു ടെക്നിക്കൽ സൈഡ്, നമുക്ക് ടെക്നിക്കൽ സൈഡിലോട്ട് നോക്കുമ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ JPYയിലോട്ട് വരുമ്പോൾ 144.218 എന്ന് പറയുന്ന റേഞ്ചിൽ മാർക്കറ്റ് നിൽക്കുന്നു. 144 താഴെയായിട്ട് മാർക്കറ്റ് ഒരു ടൈമിങ്ങിൽ പോലും മാർക്കറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല എന്നുള്ളൊരു കാര്യമാണ് നമുക്ക് എടുത്ത് കാണാനായിട്ടുള്ളത്. ഓക്കെ, 144 സപ്പോർട്ട് ചെയ്യും എന്നുള്ളത് തന്നെ ഉള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം. 143.50 താഴെയായിട്ട് പുതിയ ക്യാൻഡിൽസ് ഓപ്പൺ ആയില്ലെങ്കിൽ അത് 144 മുകളിൽ തന്നെയാണ് എന്ന് നമുക്ക് അനുമാനിക്കാം. ഓക്കെ,
അപ്പോൾ അങ്ങനെ കൺസിഡർ ചെയ്യുമ്പോൾ 146 വരെ ആയിരിക്കാം നമുക്ക് ഈ ആഴ്ചത്തെ മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് എന്നുള്ളൊരു കാര്യവും കൂടെ നമുക്ക് മനസ്സിലാക്കാം എന്നുള്ള കാര്യമാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. 143.50 ടു 145.20 ഈ ഒരു ഇന്നത്തെ റേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, പക്ഷേ ഉറപ്പായിട്ടും ഈ ആഴ്ച നമ്മൾ വിചാരിക്കുന്ന അല്ലെങ്കിൽ ചിലപ്പോൾ മാർക്കറ്റ് 142 വരെ എത്താം. അങ്ങനെ എത്തിയാൽ അതൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ആയിട്ട് കൺസിഡർ ചെയ്ത് അവിടെ നിന്ന് നമുക്കൊരു ബൈ ചെയ്ത് മുന്നോട്ട് പോകാം എന്നുള്ള കാര്യമാണ്. നമുക്ക് JPYയിൽ ഏറ്റവും നല്ലൊരു ഓപ്പർച്യൂണിറ്റി ഏതാണെന്ന് എൻ്റെ അടുത്ത് ചോദിച്ചാൽ ഞാൻ പറയാം, ഓക്കെ, 142 ബൈ ആണ്. ഓക്കെ, പക്ഷെ എന്നിരുന്നാലും നമുക്ക് ഇന്നത്തെ ദിവസം അല്ലെങ്കിൽ നാളെ ഇൻട്രസ്റ്റ് റേറ്റ് ഡെസിഷൻ വരുന്നതിന് മുന്നേ ആയിട്ട് 144 താഴെ ക്രോസ് ചെയ്തില്ല. നാളെ രാവിലെ നമുക്ക് 144 അവിടെ കിട്ടുകയാണെങ്കിൽ നമുക്ക് അവിടുന്ന് വേണമെങ്കിലും ഒരു ബൈ ചെയ്ത് മുന്നോട്ട് പോകാം എന്നുള്ളൊരു കാര്യമാണ് ഏറ്റവും എന്താ പറയുക ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുകയും അവിടെ നമുക്കൊരു ബൈ ചെയ്ത് മുന്നോട്ട് പോവുകയും ചെയ്യാം. ഓക്കെ, സോ നേരെ നമ്മളുടെ സെക്കൻഡ് നമ്മൾ യൂറോയിലോട്ടാണ് പോകുന്നത്. യൂറോ നമുക്കിപ്പോൾ കറൻ്റ്ലി ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് 1.1583 എന്ന് പറയുന്ന റേഞ്ചിലാണ് യൂറോ നിൽക്കുന്നത്. 1.1500 ബ്രേക്ക് ചെയ്ത് താഴോട്ട് പോകുമോ ഇല്ലയോ, നമ്മൾ എപ്പോഴും കുറേ കാലമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന 1.1100 നമുക്ക് ആ ഒരു ബൈ ഓപ്പർച്യൂണിറ്റി കിട്ടുമോ ഇല്ലയോ എന്നുള്ളൊരു കാര്യം നോക്കി കാണേണ്ടിയിരിക്കുന്നു. അത് ഇന്നത്തെ ദിവസം കഴിയുമ്പോൾ മാത്രമേ നമുക്കതിനെപ്പറ്റിയുള്ളൊരു തീരുമാനം സത്യം പറഞ്ഞാൽ അറിയാനായിട്ട് പറ്റുള്ളൂ എന്നുള്ളൊരു കാര്യം കൂടെ ഞാൻ എടുത്ത് ഓർമ്മിപ്പിച്ചു പോവുകയാണ്. ഓക്കെ, കാരണം ചിലപ്പോൾ മാർക്കറ്റ് എന്താ പറയുക 1.1500 ക്രോസ് ചെയ്തില്ല, ഈ ആഴ്ച ക്രോസ് ചെയ്തില്ല എങ്കിൽ നമുക്ക് ആ ഒരു ഡിസിഷൻ മാറ്റേണ്ടി വരും. 1.1500 മുകളിൽ നിന്ന് തന്നെ ബൈ ചെയ്യേണ്ടി വരും. കാരണം അതൊരു പ്രോപ്പർ സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. കാരണം കഴിഞ്ഞ ഈ ഒരു 1.1500 എന്ന് പറയുന്നത് ആക്ച്വലി ഒരു 2-3 വർഷത്തിൻ്റെ ഒരു ഹൈ ആണ് യൂറോയിൽ. ഓക്കെ, അതുകൊണ്ടിട്ട് തന്നെ അതിൻ്റെ മുകളിലായിട്ട് മാർക്കറ്റ് ഓപ്പൺ ആയി എന്ന് പറയുന്നത് അവിടെ ഒരു സപ്പോർട്ട് ബിൽഡ് ആവും എന്നുള്ളതിൻ്റെ ഒരു സൂചന തന്നെയാണ്. പക്ഷേ ഈ ആഴ്ച നമുക്ക് പല ന്യൂസുകൾ ഉണ്ടായത് കൊണ്ടിട്ട് തന്നെ നമുക്കത് വെയിറ്റ് ചെയ്ത് തന്നെ നോക്കാം എന്നുള്ളൊരു കാര്യമാണ് എടുത്ത് ഓർമ്മിപ്പിച്ച് പോകാനായിട്ടുള്ളത് എന്നുള്ളതാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. ഓക്കെ, സോ ഇതാണ് യൂറോയിൽ എനിക്ക് പറയാനായിട്ടുള്ളത്. യൂറോയിൽ നമുക്ക് നാളെ രാവിലെ 1.1500 മുകളിൽ തന്നെയാണെങ്കിൽ നമുക്ക് അവിടുന്ന് വേണമെങ്കിലും ബൈ ചെയ്യാം. ഇന്ന് വേണമെങ്കിലും നമുക്ക് ചെറിയ ലോട്ട് 1.1500 അവിടുന്ന് ബൈ ചെയ്ത് മുന്നോട്ട് പോകാം. ഒരു ലോട്ട് കച്ചവടം ചെയ്യുന്ന ആൾക്കാർ 0.2 0.3 ലോട്ടോ എടുത്ത് ട്രൈ ചെയ്യുക എന്നുള്ളൊരു കാര്യമാണ് എനിക്ക് എടുത്ത് പറയാനായിട്ടുള്ള. ഓവർലോട്ട് ചെയ്യാതിരിക്കുക. ഓക്കെ, GBPയിലോട്ട് വരുമ്പോൾ GBP ഇപ്പോൾ കറൻ്റ്ലി ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് 1.35896 ഓക്കെ, GBPയും യൂറോയിൽ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ 1.1600 അടുത്തത് കിട്ടിക്കഴിഞ്ഞാൽ വേണമെങ്കിൽ ഒരു സെൽ ഓപ്പർച്യൂണിറ്റി നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അവിടെ 1.1660 മുകളിൽ സ്റ്റോപ്പ് ലോസ് ഇടേണ്ടി വരും, നിർബന്ധമാണ് എന്നുള്ളൊരു കാര്യം മാത്രം മനസ്സിൽ വെച്ചുകൊണ്ട് ആ ഒരു ഡിസിഷൻ എടുക്കുക. ഓക്കെ, GBPയും സെയിം തന്നെയാണ്. 1.3600 അവിടുന്ന് വേണമെങ്കിൽ സെല്ല് ചെയ്ത് നോക്കാം. 1.3660 മുകളിലായിട്ട് സ്റ്റോപ്പ് ലോസ് ഇടേണ്ടി വരും. ഇല്ല എങ്കിൽ GBP ഏകദേശം ഒരു ഉറപ്പായി 1.3500 ഒരു സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യും. 1.3500 അവിടെ കിട്ടിയാൽ അവിടുന്ന് ബൈ ചെയ്തും മുന്നോട്ട് പോകാം എന്നുള്ള കാര്യമാണ് GBPയിൽ എനിക്ക് പറയാനായിട്ടുള്ള ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞാൽ. ഓക്കെ, പക്ഷേ ഇതെല്ലാം പറയുമ്പോൾ ഞാൻ എൻ്റെ റെക്കമെൻഡേഷൻ വളരെ ചെറിയ ലോട്ട് മാത്രം ട്രൈ ചെയ്ത് നോക്കുക, സ്റ്റോപ്പ് ലോസ് ഇടുക. ഇതൊക്കെ മനസ്സിൽ വെച്ച് അല്ലെങ്കിൽ ഇതൊക്കെ ഫോളോ ചെയ്യുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രം ഇന്ന് ട്രേഡ് ചെയ്താൽ മതി എന്നുള്ളൊരു കാര്യം എടുത്ത് ഓർമ്മിപ്പിച്ച് പോവുകയാണ്. കാരണം വാറിൻ്റെ ടെൻഷൻസ് ഓൾറെഡി നിൽക്കുന്നത് കൊണ്ടിട്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത്. ഓക്കെ, നേരെ നമ്മൾ ഗോൾഡിലോട്ട് വരുമ്പോൾ ഗോൾഡ് ഇപ്പോൾ കറൻ്റ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് 3413 എന്ന് പറയുന്ന റേഞ്ചിലാണ്. 3415 എന്ന് പറയുന്ന സപ്പോർട്ട് ലെവൽ താഴെ ഒരു ക്യാൻഡിൽ പോലും ബ്രേക്ക് ആയിട്ടില്ല എന്നുള്ളൊരു കാര്യം നല്ലൊരു കാര്യമാണ്. 3415 അവിടെ അടുത്തൊരു ക്യാൻഡിലും സ്റ്റാർട്ട് ചെയ്യുക അതിൻ്റെ മുകളിലായിട്ടാണ് എങ്കിൽ നമുക്ക് അവിടെ നിന്ന് ബൈ ചെയ്ത് മുന്നോട്ട് പോകാം. താഴെ സ്റ്റോപ്പ് ലോസ് നമുക്ക് 100% സ്റ്റോപ്പ് ലോസ് ഇടേണ്ടി വരും. 3398 അവിടെ എങ്കിലും അല്ലെങ്കിൽ സ്റ്റോപ്പ് ലോസ് ഇടേണ്ടി വരും. ഇല്ലെങ്കിൽ എനിക്ക് കൃത്യമായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ കുറച്ചും കൂടെ താഴെയായിട്ട് സ്റ്റോപ്പ് ലോസ് ഇട്ട് കഴിഞ്ഞാൽ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ളൊരു ഓപ്പർച്യൂണിറ്റി ആയിരിക്കും നമുക്ക് കിട്ടാനായിട്ട് പോകുന്നത്. ഓക്കെ, സോ ഇതാണ് എനിക്ക് ഗോൾഡിനകത്ത് പറഞ്ഞു തരാനായിട്ടുള്ള ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞാൽ എന്താ പറയുക, വേറെ ഒരു സെൽ ഓപ്പർച്യൂണിറ്റി ഒന്നും തന്നെ ഇല്ല.
ഇല്ലെങ്കിൽ നമുക്ക് ഒന്നും കൂടെ മാർക്കറ്റ് 3400 എന്ന് പറയുന്ന റേഞ്ചിൽ കിട്ടിയാൽ അവിടുന്ന് വേണമെങ്കിലും ബൈ ചെയ്ത് മുന്നോട്ട് പോകാം. അങ്ങനെ 3400 ബൈ ചെയ്യുന്ന ആൾക്കാർ 3490 താഴെയായിട്ട് സ്റ്റോപ്പ് ലോസ് വെക്കേണ്ടി വരും. കാരണം കഴിഞ്ഞ വട്ടം റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്ത് 3415 ഓക്കെ. അല്ലെങ്കിൽ 3415 3390 ഓക്കെ നേരത്തെ റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്ത് 3415 സ്റ്റോപ്പ് ലോസ് ഇടുന്ന ബൈ ചെയ്യുന്ന ആൾക്കാർ 3405 താഴെയായിട്ട് സ്റ്റോപ്പ് ലോസ് ഇടേണ്ടി വരും. ഓക്കെ, അതായത് 3398 പ്രോപ്പറായിട്ടുള്ള ഒരു സ്റ്റോപ്പ് ലോസ് തന്നെയാണ് എന്നുള്ളതാണ് എനിക്ക് ഓർമ്മിപ്പിച്ച് പോകാനായിട്ടുള്ളതെന്ന് ഞാൻ വീണ്ടും എടുത്ത് ഓർമ്മിപ്പിച്ച് പോവുകയാണ്. മാർക്കറ്റ് അപ് ട്രെൻഡ് തന്നെയാണ്. കാരണം എന്താണ്, മാർക്കറ്റിൽ ഒരുപാട് വാർ ടെൻഷൻസ് നടക്കുന്നുണ്ട്. ഇറാനും ചൈനയും റഷ്യയും തുർക്കിയും കൂടെ വർക്ക് ചെയ്യുന്നുണ്ട്, ഒരുമിച്ച് വർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇറാൻ വാർ നടക്കുന്നുണ്ട്. ഇറാനെ സപ്പോർട്ട് ചെയ്തിട്ട് മിഡിൽ ഈസ്റ്റ് കൺട്രീസ് വരുമോ ഇല്ലയോ എന്നുള്ള കാര്യം അറിയില്ല. സോ ഇതൊരു വേൾഡ് വാറായി തീരുമോ എന്നുള്ളൊരു കാര്യം അറിയില്ല. അതോ ഇറാനും ഇസ്രയേലും മാത്രമായിട്ടുള്ളൊരു സംഘർഷം മാത്രമായി തീരുമോ എന്നുള്ളൊരു കാര്യവും നമുക്കറിയില്ല. ഇതൊന്നും നമുക്കറിയാത്ത സിറ്റുവേഷൻ ആയതുകൊണ്ടിട്ടും ഒരു അൺസർട്ടനിറ്റി ഉണ്ടായതുകൊണ്ടിട്ടും ഗോൾഡിൻ്റെ ട്രെൻഡ് അപ്പ് തന്നെയാണ് എന്നുള്ളൊരു കാര്യം കൂടെ മനസ്സിലാക്കി ഒരു കാരണവശാലും സെല്ല് എടുക്കാതെ ഗോൾഡിൽ ബൈ മാത്രം എടുത്ത് മുന്നോട്ട് പോയാൽ നമുക്ക് ഒരു പരിധി വരെ ഈ ഒരു മാർക്കറ്റിൽ പിടിച്ചു നിൽക്കാം. മാർക്കറ്റ് ഒരു റേഞ്ച് ബേസ്ഡ് മാർക്കറ്റാണ്. ഓക്കെ, 3350 to 3500 ഈ ആഴ്ചത്തെ റേഞ്ച്. ഓക്കെ, 3350 to 3500 ഈ ആഴ്ചത്തെ റേഞ്ച് എന്ന് പറയുന്നത്. യൂറോയിൽ ഈ ആഴ്ചത്തെ റേഞ്ച് 1.1400 to 1.1690 വരെയാണ് യൂറോയിൽ ഈ ആഴ്ചത്തെ റേഞ്ച് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റിയത്. GBPയിൽ 1.3450 to 1.3700 വരെയാണ് ഈ ആഴ്ചത്തെ യൂറോയുടെ റേഞ്ചും ആണ് എന്നുള്ളൊരു കാര്യം ഞാൻ എടുത്ത് ഓർമ്മിപ്പിച്ച് പോവുകയാണ്. ഓക്കെ, സോ ഇതാണ് ഇന്നത്തെ ദിവസത്തെ മാർക്കറ്റ് ഡിസ്കഷനിൽ എനിക്ക് പറയാനായിട്ടുള്ളത്. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, കൂടുതൽ ആൾക്കാരിലോട്ടും ഈ ഒരു മാർക്കറ്റ് ഡിസ്കഷൻ എത്തിക്കുക. എന്താ പറയുക, ക്ലാസ്സിന് ജോയിൻ ചെയ്യണം എന്നുള്ള ആൾക്കാർ ഡയറക്റ്റ്ലി എനിക്ക് മെസ്സേജ് അയക്കുക എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ദിവസത്തെ മാർക്കറ്റ് ഡിസ്കഷൻ ഞാൻ കൺക്ലൂഡ് ചെയ്യാണ്. മാർക്കറ്റ് ഡിസ്കഷനായിട്ട് നാളെ കാണുന്നത് വരെ ഗുഡ് ബൈ.